മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് പ്രവർത്തന സമയം നീട്ടുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിലവിൽ 10 എന്നത് 20 മണിക്കൂറായി ഉയർത്തും. ഇപ്പോൾ മുതലപ്പുഴയിൽ പ്രതിഷേധക്കാരുടെ ഒരു പ്രതിനിധി സംസാരിക്കുന്നുണ്ട്. കേരള മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ കൂടി എത്തിക്കുകയും ചെയ്യും. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ മുതൽ പൊഴി മുറിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മുതലപ്പൊഴി സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു മന്ത്രി. ആ വാക്കുകളിലേക്ക്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് 10 മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത്. ആ ഡ്രഡ്ജർ 3 ദിവസം കൊണ്ട് 20 മണിക്കൂറായിട്ട് ഡ്രഡ്ജിങ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. കേരള മാരിടൈം ബോർഡിന്റെ ചുമതലയിലുള്ള ഉടമസ്ഥതയിലുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ അത് കണ്ണൂരിൽ നിന്ന് 26-ാം തീയതിയോടുകൂടി എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കയൊക്കെ കണ്ടതാണ്. ഇപ്പോൾ മന്ത്രി ഈ മണൽ നീക്കം അത് എത്രയും വേഗം നടക്കണം, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊഴി മുറിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധക്കാർ ഏത് രീതിയിലാണ് അതിനെ എടുക്കുന്നത്? അസ്മിത, എന്തായാലും മന്ത്രിയുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ നടത്തിയ ചർച്ച പൂർത്തിയായി. ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ മന്ത്രി പറഞ്ഞത് എത്രയും വേഗം തന്നെ ഈ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. അതിവേഗത്തിൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കും. അതിനായി കേരള മാരിടൈം ബോർഡിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ആലോചന തുടങ്ങിക്കഴിഞ്ഞു. അത് കണ്ണൂരിൽ നിന്ന് കടൽ മാർഗം പുഴയിലെത്തിച്ച് എത്രയും വേഗം തന്നെ ഈ മണൽ നീക്കം ചെയ്യാനുള്ള നടപടി തുടങ്ങും. ഇവിടുന്ന് വാരുന്ന മണ്ണ് ഇതിന്റെ വടക്കേ ഭാഗത്ത് തന്നെ നിക്ഷേപിക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കാതെ ഈ മണൽ മൂടിയത് കൊണ്ട് തന്നെ ഇതിന്റെ പിൻഭാഗത്തുള്ള ഏതാണ്ട് 5 പഞ്ചായത്തിലെ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമായി പൊഴി മുറിക്കുക, അത് ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ഉത്തരവിറക്കിക്കൊണ്ട് പൊഴി മുറിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ തന്നെ ഇതിന്റെ പണി തുടങ്ങും. പൊഴി മുറിക്കൽ നടപടി അതിന് ജില്ലാ കളക്ടർക്കാണ് ചുമതല. അതിന് ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരം പ്രത്യേക ഉത്തരവും ഇറക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ അതിനുശേഷം പുറത്തിറങ്ങിയ മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ ഈ ചർച്ചയോട് അവർക്കത്ര സംതൃപ്തരല്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നീട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. കാരണം സെപ്റ്റംബർ മുതൽ മണൽ വാരൽ തുടങ്ങേണ്ടതായിരുന്നു, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ. പക്ഷേ ഡിസംബർ ആയിട്ടും മണൽ വാരൽ പൂർത്തിയായില്ല. അതുകൊണ്ടാണ് ഈ മാസം തന്നെ ഈ മണ്ണ് അടിഞ്ഞുകൂടി മത്സ്യബന്ധന ബോട്ടുകൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായത്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ, അതായത് പഴയ പല്ലവധി ആവർത്തിക്കാതെ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കൂടാതെ ഈ പൊഴി മുറിക്കുന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് മുതലപ്പൊഴിയിൽ വീണ്ടും ഈ സമരസമിതി ഒരു യോഗം ചേരും. പൊഴി മുറിക്കുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ അനുവദിക്കൂ എന്നാണ് മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ ഈ ചർച്ചയ്ക്ക് ശേഷം പറയുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്.